സൗദി അറേബ്യയും ഇറാഖും അടങ്ങുന്ന അറബ് രാജ്യങ്ങളാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ക്രൂഡ് ഓയിൽ വിതരണക്കാർ. 2022 യുക്രൈൻ അധിനിവേശത്തോടെ മറ്റ് രാജ്യങ്ങളെ മറികടന്ന് റഷ്യ രാജ്യത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി മാറി. ഒരു സമയത്ത് 40%-ലേറെയായിരുന്നു ഇന്ത്യൻ ക്രൂഡ് ഓയിൽ വിപണിയിലെ റഷ്യൻ വിഹിതം. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ലഭ്യത നിലച്ചാൽ ഇന്ത്യക്ക് അതൊരടിയാകുമോ? ആ ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ഇന്ത്യ നടത്തിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ തന്നെയാണ്. വിശദമായി പറയാം. യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇതോടെ റഷ്യ, ഇന്ത്യയും ചൈനയും അടങ്ങുന്ന ഏഷ്യൻ രാജ്യങ്ങൾക്ക് വലിയ വിലക്കിഴിവിൽ എണ്ണ വിൽക്കുകയായിരുന്നു. എന്നാൽ നിലവിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വലിയ രീതിയിൽ കുറയുന്നുണ്ട്. അമേരിക്ക ഉപരോധം കൂടുതൽ ശക്തമാക്കിയതോടെ മാർച്ച് മുതൽ റഷ്യൻ ക്രൂഡിന്റെ വരവ് ഏകദേശം നിലയ്ക്കുന്ന മട്ടാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കില്ല എന്നാണ് ശ്രദ്ധേയം. ക്രൂഡ് ഓയിൽ ഇറക്കുമതി രംഗത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ നടത്തിയ വൈവിധ്യവൽക്കരണം തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. നേരത്തെ 30-ൽ താഴെ രാഷ്ട്രങ്ങളിൽ നിന്നായിരുന്നു ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 39-ലേക്ക് ഉയർന്നു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ മേഖലയായി ഇന്ന് ലാറ്റിൻ അമേരിക്ക മാറിയിട്ടുണ്ട്. അത്തരത്തിലൊരു സുപ്രധാന രാജ്യമാണ് അർജന്റീന. കഴിഞ്ഞ ഡിസംബറിൽ പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അർജന്റീനയിൽ നിന്നും ആദ്യമായി ക്രൂഡ് ഓയിൽ വാങ്ങി. തീർന്നില്ല, അടുത്ത കാലത്തായി വൻ ക്രൂഡ് ഓയിൽ ശേഖരം കണ്ടെത്തിയ ഗയാനയുമായി ഇന്ത്യ ഇടപാടുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപെക് ഇതര എണ്ണ ഉൽപാദനത്തിന്റെ ഏറ്റവും നിർണായകമായ വളർച്ചാ മേഖലയായിട്ടാണ് ഗയാനയെ ഇന്ത്യ കാണുന്നത്. 2026ഓടെ ഗയാന എണ്ണ ഉൽപാദനത്തിൽ അയൽരാജ്യമായ വെനസ്വേലയെ മറികടക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇത് ആഗോള എണ്ണ വിതരണ മേഖലയിലെ ഒഴിച്ചുകൂടാനാവാത്ത ശക്തിയായി രാജ്യത്തെ മാറ്റും. അടുത്തിടെ നരേന്ദ്രമോദി ഗയാന സന്ദർശനം നടത്തിയപ്പോൾ ക്രൂഡ് ഓയിൽ ഇടപാടും പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. ബ്രസീലിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ അടുത്തിടെ ശക്തമാക്കിയിട്ടുണ്ട്. ബ്രസീൽ സന്ദർശിച്ച പെട്രോളിയം വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യാപാരം വർദ്ധിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിട്ടുമുണ്ട്. എണ്ണ ഇറക്കുമതി ഇത്തരത്തിൽ വൈവിധ്യവൽക്കരിച്ചതോടെ പ്രധാന ഇറക്കുമതിക്കാരായ റഷ്യ, ഇറാഖ്, സൗദി എന്നിവരുമായുള്ള ഇന്ത്യയുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കും. ന്യായമായ ഇടപാടുകൾക്ക് തയ്യാറാകില്ല എങ്കിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാനും ഇന്ത്യക്ക് സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ എണ്ണയുടെ കാര്യത്തിൽ ഏതെങ്കിലും രാജ്യങ്ങൾക്ക് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താവുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. റഷ്യയ്ക്ക് മേലുള്ള ഉപരോധം കടുപ്പിക്കുകയാണെങ്കിൽ മറ്റു ഉൽപ്പാദകരിൽ നിന്നുള്ള ഇറക്കുമതിയുടെ അളവ് രാജ്യം വർദ്ധിപ്പിക്കുമെന്ന് IOC മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യയ്ക്ക് മേലുള്ള ഉപരോധം അമേരിക്ക കടുപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യൻ റിഫൈനറികൾക്കുള്ള എണ്ണ ലഭ്യതയിൽ അത് വലിയ സ്വാധീനം ചെലുത്തുമെന്ന് കരുതുന്നില്ല. ഈ ഉപരോധങ്ങൾ രാജ്യത്തിന്റെ അസംസ്കൃത എണ്ണ ലഭ്യതയിലോ ഊർജ്ജ സുരക്ഷയിലോ നേരിയ സ്വാധീനം മാത്രമേ ചെലുത്തുവെന്നും അദ്ദേഹം ആവർത്തിച്ചു. അതേസമയം റഷ്യൻ വിഹിതം കുറയുന്നതോടെ ഇറാഖിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നുമുള്ള വിഹിതം വലിയ തോതിൽ വർദ്ധിച്ചേക്കും. ഇതോടെ ഇന്ത്യയുടെ ക്രൂഡ് വിപണിയിൽ 3 വർഷത്തിന് ശേഷം ഇരു രാഷ്ട്രങ്ങളും ആദ്യ 2 സ്ഥാനങ്ങളിലേക്ക് എത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നിലവിൽ റഷ്യയ്ക്ക് പിന്നിൽ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളിലാണ് ഈ അറബ് രാഷ്ട്രങ്ങൾ ഉള്ളത്.